നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് പുറമെ അമേരിക്ക മറ്റൊരു രാജ്യത്തെ കൂടി ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആ രാജ്യം മറ്റൊന്നുമല്ല, ക്യൂബയാണ്. ക്യൂബയ്ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ക്യൂബൻ സർക്കാരുമായി ബന്ധമുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും ഒക്കെയുള്ള ഉപരോധം കഴിഞ്ഞ ദിവസം വളരെ കൂടുതൽ കർക്കശമാക്കിയിരുന്നു. കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയെ ആക്രമിക്കാനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. അതായത് ക്യൂബ ദേശീയ സുരക്ഷയ്ക്ക്, അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇറാനുമായി ക്യൂബയ്ക്ക് ബന്ധമുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ ഹിസ്ബുള്ള പോലെയുള്ള ഭീകര സംഘടനകൾക്ക് പിന്നിൽ ക്യൂബ എന്ന രാജ്യമാണ് എന്നുമാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ക്യൂബ വളരെ ചെറിയൊരു രാജ്യമാണ്. അമേരിക്കയും ക്യൂബയും തമ്മിൽ താരതമ്യം പോലും ചെയ്യാൻ കഴിയാത്ത സൈനിക ശക്തികളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ദേശീയ സുരക്ഷയ്ക്ക് ക്യൂബ ഒരു ഭീഷണിയായി മാറുന്നത് എന്നിപ്പോഴും വിശദീകരിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കയ്ക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ക്യൂബയിൽ മറ്റെന്തൊക്കെയോ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും ക്യൂബ അത്ര നല്ല രാജ്യമൊന്നുമല്ല. ക്യൂബയിൽ ഏകാധിപത്യം പോലെയുള്ള ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ക്യൂബയിലെ പ്രശ്നങ്ങൾ, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവിടെ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അത്രമാത്രം പുരോഗമനപരവും ആരോഗ്യകരവുമല്ല എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അങ്ങനെയുള്ളെങ്കിൽ പോലും ആ രാജ്യത്തെ ആക്രമിക്കാനുള്ള അധികാരം അമേരിക്കയ്ക്കില്ല. അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇറാനെ ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തീർക്കുമെന്നാണ്. ഇറാനിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും സംയുക്തമായി വലിയ രീതിയിലുള്ള ആക്രമണം കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് നടത്തിയിരുന്നു. ഇറാൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയെ ഒന്നാകെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ പവർ ഗ്രിഡുകൾ, ഇറാൻ്റെ ആണവായുധ കേന്ദ്രങ്ങൾ, ഇറാൻ്റെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, എന്തിനേറെ പറയുന്നു കുടിവെള്ള പദ്ധതികളെ പോലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായി ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അങ്ങനെ ഇറാൻ്റെ തുറമുഖങ്ങളടക്കം ഇപ്പോൾ അമേരിക്ക ഉപരോധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഇറാൻ ഇപ്പോൾ നടപടി കടുപ്പിക്കുകയാണെങ്കിൽ, ഇറാൻ അതിൻ്റെ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ, അമേരിക്കയ്ക്കെതിരായിട്ടുള്ള നിലപാടിൽ കൂടുതൽ കർക്കശ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ഈ ആക്രമണം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ്റെ തുറമുഖങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളടക്കം ആക്രമിച്ച് തകർക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു അവസാനവട്ട ആക്രമണത്തിന് അമേരിക്ക ഇറാനിൽ തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചതാണ്. ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിലാണ്. ഈ ഒരു സംഘർഷം നടക്കുന്നില്ല എങ്കിലും ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇറാൻ്റെ തുറമുഖങ്ങളെ അമേരിക്ക ഉപരോധിച്ചു കൊണ്ടുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇത് രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് എങ്കിലും ഉടൻ തന്നെ ഇറാനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇറാനിൽ ആക്രമണം പുനരാരംഭിക്കും, അല്ലെങ്കിൽ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് വരും. രണ്ടായാലും ഇറാനിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് അമേരിക്കൻ പട വൻ രീതിയിലുള്ള നാവികപ്പട വിന്യാസമാണ് ഇറാനിലും ഹോർമൂസ് കടലിടുക്കിലുമായി അമേരിക്ക നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ പടകളെല്ലാം അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളെല്ലാം അമേരിക്കയിലേക്ക് ഇറാനിലെ ദൗത്യം അവസാനിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ അവിടെ മറ്റൊരു ദൗത്യം വഴിവെക്കലുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ക്യൂബയെ തീർക്കുക എന്നുള്ളതാണ്. അമേരിക്കയുടെ വൻ സേനാ വിന്യാസം ക്യൂബയ്ക്കെതിരെ നടക്കുമ്പോൾ ക്യൂബ നന്ദി പറയുമെന്നും ഞങ്ങൾ കീഴടങ്ങും എന്ന് പറയുമെന്നുമാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞത്. ആ രീതിയിൽ ക്യൂബയെ കീഴടക്കിയായിരിക്കും ഇറാനിൽ നിന്നും അമേരിക്കയുടെ നാവികപ്പട അമേരിക്കയിലേക്ക് തിരിച്ചു പോവുക എന്നാണ് ഇപ്പോൾ അമേരിക്ക വിശ്വസിക്കുന്നതും അമേരിക്ക അങ്ങനെയുള്ള പദ്ധതികളാണ് തയ്യാറാക്കുന്നതും. എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യം കൂടി അമേരിക്കയുടെ കാൽക്കീഴിലാകാൻ പോകുന്നു. സൈനികമായി അമേരിക്ക മറ്റൊരു രാജ്യത്തെ കൂടി ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രത്യയശാസ്ത്രപരമായി നോക്കിയാൽ തീർച്ചയായും ക്യൂബ വളരെ കർക്കശമായ ഒരു രാഷ്ട്രമാണ്. ഇപ്പോൾ ഇറാൻ എങ്ങനെയാണോ അമേരിക്കയുമായി പ്രതിരോധിക്കുന്നത്, അമേരിക്കൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് കൂടി അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് അവരുടെ സൈനിക ആവശ്യങ്ങൾ, ഈ സൈനിക ലക്ഷ്യങ്ങൾ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ യുദ്ധകാലത്ത് ഇറാനിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ്. അത് ഇറാൻ്റെ ഒരു ഇച്ഛാശക്തിയാണ്. അത്രമാത്രം ഇറാൻ ഈ അമേരിക്കൻ വിരുദ്ധ വികാരമുണ്ട്. അതേ അളവിൽ തന്നെ അമേരിക്കൻ വിരുദ്ധ വികാരമുള്ള ഒരു രാജ്യമാണ് ക്യൂബ. ആ ക്യൂബയ്ക്കെതിരായിട്ടുള്ള ആക്രമണം അമേരിക്ക നടത്തുമ്പോൾ ക്യൂബയും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഈ പ്രത്യാക്രമണങ്ങൾക്കിടയിലൂടെ, അതായത് ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ അമേരിക്കയുടെ പട അവിടെ എത്തുമ്പോൾ തന്നെ
ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് ക്യൂബ പറയുമെന്നാണ്. ഒരുപക്ഷെ അങ്ങനെയൊന്നും പറയില്ലായിരിക്കാം. ക്യൂബയിലും സംഘർഷങ്ങൾ ഉണ്ടാകാം, ആയിരക്കണക്കിന് ആളുകളും അവിടെയും മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ രാഷ്ട്രങ്ങളെ പിടിച്ചടക്കുന്നതിന് പിന്നിൽ ഉദ്ദേശം എന്താണ്? ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ച് ക്യൂബയെയും കൂടി ആക്രമിക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അമേരിക്കയിലെ ട്രംപ് വിദഗ്ധരെല്ലാം പറയുന്നത് ഇതുതന്നെയാണ്. റഷ്യയുമായിട്ടുള്ള ആക്രമണത്തിന് യുക്രൈന് പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ റഷ്യയുമായി ഈ ഒരു ബന്ധം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ അമേരിക്കയുടെ പേര് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കിടയിൽ ഇല്ലാതാക്കുകയാണ് പ്രസിഡന്റ് ട്രംപ് എന്നാണ് നേരത്തെ തന്നെ പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ ഇപ്പോൾ ക്യൂബയെയും കൂടി ആക്രമിച്ച് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിരായാൽ തീർച്ചയായും രാഷ്ട്രീയ പിന്തുണ, ട്രംപിൻ്റെ രാഷ്ട്രീയ പിന്തുണ അമേരിക്കയിൽ കുറയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ട്രംപ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതായത് ക്യൂബ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി വരികയാണ്. മാത്രമല്ല ഇറാനെ പോലെയുള്ള രാജ്യങ്ങളെ അവർ പിന്തുണയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഹിസ്ബുള്ളയെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ഇവർ ആയുധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള സമാധാനത്തിന് ക്യൂബയെ ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ് എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണത്തോടു കൂടിയായിരിക്കാം ക്യൂബയെ അമേരിക്ക ആക്രമിക്കാൻ പോകുന്നത്. പക്ഷേ ആക്രമിച്ച് കീഴടക്കൽ അത്രമാത്രം എളുപ്പമാവില്ല എന്ന് മാത്രമാണ് പലരും വിലയിരുത്തുന്നത്. എന്തായാലും ക്യൂബയെ ആക്രമിച്ച് ശേഷം മാത്രമേ ഇറാനിൽ നിന്നും തിരിച്ചു വരികയുള്ളൂവെന്നും പ്രസ്താവനയും അതോടൊപ്പം അതിന് തൊട്ടു പിന്നാലെ എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ഒപ്പുവെക്കലുമെല്ലാം ലോകത്ത് വീണ്ടും അമേരിക്ക സംഘർഷം ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. തൻ്റെ ഭരണകാലത്ത് 8ഓളം യുദ്ധങ്ങൾ അവസാനിച്ചുവെന്നും നൊബേൽ സമ്മാനം തനിക്ക് നൽകണം എന്നും പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ഇപ്പോൾ മറ്റൊരു രാജ്യത്തെ കൂടി ആക്രമിക്കാനുള്ള പദ്ധതി ഒരുക്കുന്നത്.